ആരാധനക്രമ മത്സരത്തിലെ ഒന്നാമത്തെ കാലമാണ്. 7 കാലങ്ങളായിട്ടാണ് ആരാധനാക്രമത്തെ തരംതിരിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ പരിശുദ്ധമായ എല്ലാ പെരുന്നാൾ വരെയുള്ള ദിനങ്ങൾ വചനിപ്പ് കാലമായി, സുബോറ കാലമായി സഭ ആചരിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വചനം മാംസം ധരിക്കുന്ന എല്ലാ തിരുനാൾ വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും പ്രവചനങ്ങളെയും പ്രത്യേകമായി ധ്യാനിക്കുകയും ചിന്തിക്കുകയും സഭ അതിലേക്ക് പ്രത്യേകമായി നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന കൂദോസ് ഇതോ ഞായർ സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ സമയമായി കാണുന്നു. സഭയുടെ വിശുദ്ധീകരണം കർത്താവ് യേശു മിശിഹായ ശിരസ്സായിട്ടുള്ള സഭയുടെ ഓരോ വ്യക്തിയുടെയും നവീകരണം, സഭയുടെ വിശുദ്ധീകരണം ഈ നാളുകളിലൂടെ സഭ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായ നാം ഓരോരുത്തരും അപ്രകാരം ശുദ്ധീകരിക്കപ്പെടുന്ന ധൂപകലശത്തിൽ നിന്ന് ഉയരുന്ന സുഗന്ധധൂപം പോലെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ ആരാധനക്രമ മത്സരത്തിൻ്റെ വചനിപ്പ് കാലത്തെ നമ്മൾ കാണുക. ഇന്ന് നാം വായിച്ചു കേട്ട വചനഭാഗത്തിലേറെ ശ്രദ്ധേയമായ വചനം പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായെ കൊണ്ട് താൻ ആരാണ് എന്ന് അസന്നിഗ്ധം പ്രഖ്യാപിക്കുന്ന ഏറ്റവും മനോഹരമായ വചനമാണ് നമ്മളിന്ന് കേട്ടത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് തൻ്റെ ആദ്യ ശിഷ്യനായ പത്രോസ് ശ്ലീഹായെ കൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ സന്ദർഭം പല വിധത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഈശോയെക്കുറിച്ചുണ്ട്. പലരുടെയും കാഴ്ചപ്പാടനുസരിച്ച് ഈശോ വന്നിരിക്കുന്നത് ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാനാണ്. ആ രാജ്യത്തിൻ്റെ രാജാവായി വാഴുകയും ആ രാജ്യത്വത്തിൻ്റെ വിവിധ മേഖലകളിലെ കാര്യങ്ങളെ വളരെ മനോഹരമായി മുന്നോട്ട് നയിക്കുകയും അങ്ങനെ ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാജ്യത്വത്തിൻ്റെ അടയാളമായി നസറനായ യേശു പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി എമ്മാനുവേൽ കടന്നു വരും. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനാകും. ആ ജാതനായി ഈ ഭൂമിയിൽ വസിച്ച് ഈ ലോകത്തിൻ്റെ ഏറ്റവും നല്ല രാജാവായി വാഴുമെന്ന് ഉള്ള വലിയ പ്രവചനമുണ്ടായിരുന്നു യെശയ്യാ പ്രവാചകനിലൂടെ. അതുപോലെ മറ്റു പ്രവാചകന്മാരിലൂടെയും എല്ലാം ഇത് വളരെ അസന്നിഗ്ധം എല്ലാവരും വിശ്വസിച്ചിരുന്നു, അത് പഠിച്ചിരുന്നു. കാരണം പ്രവചനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. കർത്താവ് യേശു മിശിഹായുടെ രാജ്യത്വത്തിൻ്റെ ആ വരവ് വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നതനുസരിച്ച് ഇഹലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചൊരു രാജാവിനെയാണ് ജനം ആഗ്രഹിച്ചിരുന്നതെങ്കിലും, ഇസ്രായേൽ ജനം ആഗ്രഹിച്ചിരുന്നെങ്കിലും ഈ ഇഹലോകത്തിലേക്ക് കടന്നു വരുന്ന രാജ്യത്വത്തിൻ്റെ ലക്ഷണങ്ങൾ വ്യക്തമായും പഠിപ്പിക്കുന്ന കാര്യമാണ് പത്രോസ് ശ്ലീഹായിലൂടെ ഇന്ന് നമുക്ക് നൽകുക. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കടന്നു വരുന്നവൻ വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവഹിതപ്രകാരം പിതാവിൻ്റെ ഹിതത്തിന് വഴങ്ങി പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ലോകത്തിൻ്റെതല്ലാതെ ജീവിച്ച് പാപം ഏശാതെ ജീവിച്ച് ദൈവത്തിൻ്റെ പുത്രനായി തന്നെ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി തന്നെ ആയിരുന്നു കൊണ്ട് പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റിയ തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ പരസ്യമായി പ്രഖ്യാപിക്കുക, താൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുക. പിതാവായ ദൈവത്തിൻ്റെ ഏകജാതൻ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഇവനെ നാം ആരാധിക്കണം, ഇവനെ നാം മഹത്വപ്പെടുത്തണം, ഇവനിൽ നാം പൂർണ്ണത കാണണം എന്ന് സഭ നമ്മെ പഠിപ്പിക്കുക. നസ്രായനായ യേശു മിശിഹ
ഒരു മനുഷ്യപുത്രൻ മാത്രമല്ല, അവൻ ദൈവപുത്രനാണെന്ന് സഭ നമ്മെ ഇന്ന് ഉദ്ബോധിപ്പിക്കുകയാണ്. ദൈവമാണെങ്കിൽ അവനെ നാം ആരാധിക്കണം, ദൈവമാണെങ്കിൽ അവനെ നമ്മൾ മഹത്വപ്പെടുത്തണം, അവനെ കുമ്പിട്ട് സാഷ്ടാംഗം നമിക്കണം. അവന് സർവ്വതും നമ്മുടെ മേൽ അധികാരമുണ്ടെന്നും എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം തരാൻ അവന് സാധിക്കുമെന്നും പിതാവിൻ്റെ ഹിതം എപ്പോഴും ആരായുന്നവനായതുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാം സാധ്യമാക്കി തരാൻ അവൻ്റെ വചനങ്ങൾക്ക് സാധിക്കും എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് മുതൽ ആരംഭിക്കുക. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഞാൻ നിന്റെ ജീവിതത്തിൽ സർവസ്വമായി മാറുന്നു, നിന്റെ ദൈവമായി ഞാൻ മാറുന്നു, നിന്റെ സർവ്വതുമായി ഞാൻ മാറുന്നു. എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിന്റെ ജീവിതത്തെ പൂർണ്ണമായും ക്രോഡീകരിക്കുന്ന കർത്താവായ യേശുവിലൂടെ രക്ഷ കൈവരുന്നു എന്ന് പഠിപ്പിക്കുന്ന അനുഭവമാണ് പത്രോസ്ലീഹായിലൂടെ ഇന്ന് നാം കാണുക. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ പത്രോസ്ലീഹായെ കർത്താവ് പറയുകയാണ്, നിന്നെ ഞാൻ സഭയുടെ തലവനാക്കും, നീ പാറയാകുന്നു, നീ പാറയാകുന്ന നിന്റെ മേൽ ഞാൻ സഭയെ പണിയും. അത് കൂടുതൽ വ്യക്തമാക്കുന്ന അനുഭവമാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 13 തിരുവചനങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാകും, കർത്താവ് യേശു മിശിഹാ പത്രോസിനെ തിരഞ്ഞെടുക്കുന്ന പ്രത്യേകമായ പദ്ധതി. വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ കർത്താവായ യേശു മിശിഹാ പത്രോസിനെ പ്രത്യേകമായി വലിയൊരു ദൂത് കൊടുക്കുകയാണ്, നിന്നെ ഞാൻ സഭയുടെ ഭരണം ഫലമേൽപ്പിക്കുമെന്ന്. അത് വ്യക്തമായി കാണിക്കുന്നു. 21-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ സുവിശേഷങ്ങളോട് പറയുന്നു, അജപാലകൻ, നീയാണ് സഭയെ നയിക്കേണ്ടവൻ, നിന്റെ ചെറുപ്പം മുതൽ നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു, എന്നാൽ ഇനി മുതൽ നിന്റെ അരമുറുക്കുകയും നീ ഞാൻ പറയുന്ന വഴിയിലൂടെ പോവുകയും നീ ഒരിക്കലും ആഗ്രഹിക്കാത്ത വഴിയിലൂടെ നിന്നെ നടത്തുകയും ചെയ്യും. സഭയുടെ എല്ലാമായി പത്രോസ്ലീഹയെ മാറ്റപ്പെടുന്നതിൻ്റെ തുടക്കമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓർക്കുക, നിന്റെ സർവസ്വമായ കർത്താവിനെ നീ ആരാധിക്കണം. നിന്റെ ജീവിതത്തിൽ കർത്താവ് യേശു മിശിഹാ നിനക്കാരാണ് എന്ന് നിനക്ക് ബോധ്യമാകും വിധം നസറേനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ദൈവപുത്ര സ്ഥാനത്ത് നിനക്ക് കാണുവാൻ സാധിക്കണം. പിതാവായ ദൈവത്തിൻ്റെ ഏകജാതൻ ദൈവപുത്രനാണെന്നും ആ ദൈവമായ കർത്താവാണ് എൻ്റെ ജീവിതത്തിലെ സർവസ്വമെന്നും തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്നും സമാധാനവും ശാന്തിയും ഐശ്വര്യവും കൈവരുന്ന നാളുകൾ നമുക്ക് ബോധ്യമാകും. അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെയുള്ള ആ വലിയ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈശോയെ സർവ്വതുമായി സ്വീകരിക്കാൻ, എല്ലാമായി സ്വീകരിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശോ എല്ലാത്തിൻ്റെയും ദാതാവാണെന്നുള്ള ബോധ്യം, ദൈവപുത്രനാണെന്നുള്ള ബോധ്യം, പിതാവായ ദൈവത്തിൽ നിന്നും കടന്നു വന്ന പുത്രനായ യേശു മിശിഹായാണെന്നുള്ള ബോധ്യം നമുക്കെന്നും ഉണ്ടാകണം. അവിടുത്തെ പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ അയച്ച് നമ്മെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ ആഴം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നിന്റെ വിശ്വാസം നസറേനായ യേശുവിൽ അടിസ്ഥാനമുള്ള ഉറച്ച പാറ പോലെ ബോധ്യമുള്ളതായി തീരാൻ ഈ ഞായറാഴ്ച മുതൽ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധമായ ഈ വചനിപ്പ് കാലം ദൈവപുത്രനെ സ്വീകരിക്കാൻ തക്ക വിധം, ദൈവത്തിലുള്ള ആഴമായ ബോധ്യം ജനിക്കുവാൻ തക്ക വിധം ഞങ്ങൾ നവീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് പൂർത്തിയാക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.